ജെസ്സി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാനിവിടെ ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നത് അവിയലാണ്. എല്ലാവർക്കും അവിയലറിയാം, എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അവിയൽ. എന്നാൽ എൻ്റെ രീതിയിൽ ഞാൻ ചെറുതായിട്ട് ഒരു അവിയൽ വെച്ച് നിങ്ങളെ കാണിക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ചെറിയ രീതിയിൽ പച്ചക്കറികൾ: കായ, ചേമ്പ്, വെള്ളരിക്ക, വഴുതനങ്ങ, തക്കാളിക്ക, ചേന, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവിയലിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ, ചെറിയുള്ളിയും ജീരകവും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഗ്യാസ് കത്തിച്ചു ചട്ടി അടുപ്പിലോട്ട് വെക്കുവാണ് ഞാൻ. തൊട്ട് ആദ്യമായിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടിക്കകത്ത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇച്ചിരി വേവ് കൂടുതലാണ് ചേനയ്ക്ക് ചേമ്പ്. അത് ഞാൻ ആദ്യം ഇടുകയാണ്. ചേനയും ചേമ്പും ഇട്ടു. ഇത് നമുക്ക് അല്പനേരം അടച്ചു വെക്കാം, അതൊന്ന് ആവി കൊള്ളട്ടെ. പച്ചക്കറികൾ ഇതിനകത്തോട്ട് ഇടുകയാണ്. പ്രത്യേകിച്ച് ഇതിന് വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ഈ വെജിറ്റബിളിൻ്റെ വെള്ളത്തിൽ വേണം ഈ അവിയൽ വേവാൻ. അരപ്പിനകത്തെ ഞാൻ ശകലം വെള്ളം ഒഴിക്കത്തുള്ളൂ. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ഞാൻ അടച്ചു വെക്കുകയാണ്. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കുകയാണേ. ഞാൻ ഇച്ചിരി ഉപ്പുപൊടി വിതറി കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിനാണ്, അവരവരുടെ ആവശ്യത്തിനാണ് ഇടുന്നത്. കൂടുതൽ ചേർക്കേണ്ടവർക്ക് അത് അനുസരിച്ച് ചേർക്കാം, കുറവ് അങ്ങനെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇത് ഞാൻ ഇളക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം, ഒന്നുകൂടെ വേവട്ടെ. ഈ വെജിറ്റബിളിൻ്റെ വെള്ളത്തിലാണ് ഇത് വേവുന്നത്. ഞാൻ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ട് ഇളക്കി വെച്ചു. ഇതിൻ്റെ അകത്ത് ഞാൻ ശകലം കറിവേപ്പില ഇടാൻ പോവുക. ഇനി ഞാൻ ടൊമാറ്റോ, പച്ചമുളക് എന്നിവ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതിൻ്റെ അടപ്പ് ഞാനൊന്ന് തുറക്കാൻ പോവുകയാണേ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാം. ഇളക്കി അരച്ച് വെച്ചിരിക്കുന്ന
തേങ്ങ ഞാൻ ഇതിനകത്ത് ഇടുകയാണ്. അരിപ്പ് വേകുന്നതിന് ശകലം വെള്ളം ഒഴിക്കുക. ഞാൻ ഇല്ലാതെ ഇതിനെ അടച്ചു വെക്കുക. നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇത് ഇളക്കി നോക്കാം. ഇത് ഞാൻ ഇളക്കി നോക്കി, ഇത് പരുവായിട്ടുണ്ട്. ശകലം കറിവേപ്പില ഇടാം. ഇത് ഞാൻ മൂടി വെക്കാൻ പോവാം. ഇത് നോക്കി കഴിഞ്ഞാൽ എന്നിട്ട് ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം. ഞാൻ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് ശകലം ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കാൻ എടുക്കുകയാണ്. ഇത് ഈ അവിയൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. സ്നേഹത്തോടെ നിങ്ങൾക്ക് ഞാൻ തരുന്നു. എല്ലാവർക്കും ഇങ്ങനെ രുചിക്കട്ടെ. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നിങ്ങളതെല്ലാം ഉണ്ടാക്കി നോക്കണം, എൻ്റെ ഇതുപോലെ ഞാൻ ചെയ്തതുപോലെ.